സുഗമോ ദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവികയാണെങ്കിൽ ശാരികയുടെ പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് വീട്ടിലേക്ക് എത്തുന്നുണ്ടെങ്കിലും ശാരിക ദേവികയുടെ പ്രശ്നത്തിനാണ് ഒരു തീരുമാനം ഉണ്ടാക്കുന്നത്. നന്ദനെ കാണുന്നില്ലെന്നും നന്ദനാണ് ഫയൽ മോഷ്ടിച്ചതെന്നും നന്ദനെതിരെ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ ശാരികയോടും വീട്ടുകാരോടും പറയുമ്പോൾ നന്ദേട്ടൻ ഇപ്പൊ എന്തായാലും ഒളിവിലാണ്, നന്ദേട്ടൻ എവിടെയാണെന്ന് താൻ കണ്ടെത്തി തരാമെന്ന് ശാരിക പറയുന്നു. തന്റേതായിട്ടുള്ള നിലപാടുകൾ ഉറച്ച സമയത്ത് ഉറച്ച സ്വരത്തോട് കൂടിയിട്ട് പറയാനായിട്ടും ശാരിക ദേവിക ഉപദേശിക്കുന്നുണ്ട്. ഈ സമയം ഇസബല്ലയും നന്ദനും യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നന്ദന് നല്ല പേടിയുണ്ട്. ഇസബല്ലയാണെങ്കിൽ നന്ദനെ ഒന്ന് ചില്ലാക്കാനായിട്ട് നോക്കുന്നു. ഐസക് വിളിച്ച് കാര്യത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നീട് അരുന്ധതിയുമായിട്ട് വീട്ടിലേക്ക് എത്തുന്ന പ്രഭാവതി ആവട്ടെ അവർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഈ സമയം അരുന്ധതി ഋഷിയെ ഫോണിൽ വിളിക്കുന്നുണ്ടെങ്കിലും ഋഷിയാണെങ്കിൽ എഴുന്നേൽക്കുന്നില്ല. അവൻ നല്ല ഉറക്കത്തിലും. അങ്ങനെ അരുന്ധതി പറയുന്നുണ്ട്, പ്രഭേ നീ തിരിച്ചു പോയിക്കോ, കുഴപ്പമില്ല, ഞാനൊക്കെ മാനേജ് ചെയ്തോളാം എന്ന് പറയുമ്പോൾ ഇവിടെ ആരുമില്ലാതെ ഒറ്റയ്ക്ക് എങ്ങനെയാ, ഞാൻ കുറച്ചു നേരം കൂടി കൂടെ ഇരിക്കാം, എനിക്കിതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല. അരുന്ധതിക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതുകൊണ്ടല്ല, തനിക്ക് അവിടെ വീട്ടിൽ ഒരുപാട് ജോലിയൊക്കെ ഉണ്ടാവില്ലേ, താൻ പോയിക്കോ. അങ്ങനെ തന്റെ റൂം എവിടെയാണ്, ഈ കാപ്പി കുടിച്ചതിന് ശേഷം ഞാൻ അവിടേക്ക് കൊണ്ടുപോയി കിടത്താം, എന്നിട്ട് ആരെയെങ്കിലും കൂട്ടിനെ വിളിച്ചു വരുത്തിയതിനു ശേഷം ഞാൻ തിരിച്ചു പോയിക്കോളാം എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറയുന്നു. അങ്ങനെ അരുന്ധതി ആവട്ടെ വേഗം തന്നെ ഋഷിയെ വീണ്ടും വീണ്ടും ഫോണിൽ വിളിക്കുന്നുണ്ട്. എന്നിട്ട് മെസ്സേജ് ഒക്കെ അയക്കുകയാണ്. പ്രഭാവതി താഴെയുണ്ടെന്നും താഴത്തേക്ക് വരരുതെന്നൊക്കെ പറഞ്ഞ് ഇത് ഋഷി കാണുന്നുണ്ട്. അവനാണെങ്കിൽ സേഫായി തന്നെ ഇരിക്കുന്നു. അരുന്ധതിയുടെ വീട് വരെ എത്തിയ പ്രഭാവതിയാണെങ്കിൽ ആ സത്യം അറിയാതെ പോവുകയാണ്, ഋഷി ജീവനോടെ ഉണ്ടെന്ന്. അങ്ങനെ കെവിനെ വിളിച്ച് കാര്യങ്ങൾ അറിയാൻ തന്നെ തീരുമാനിക്കുകയാണ് ശാരിക. തന്റെ ചേച്ചി ഇങ്ങനെ ചതിക്കപ്പെടാൻ പാടില്ല എന്ന് അവൾ ഉറപ്പിക്കുന്നു. കെവിനോട് ചോദിക്കുന്നുണ്ട്, നന്ദേട്ടൻ മിസ്സിംഗ് ആണ്, കെവിനേട്ടന് എന്തെങ്കിലും അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ശാരികയോട് മാത്രമായിട്ട് പറയാം, ദേവികയോടൊന്നും പറയരുത്. ശാരികയുടെ ചേച്ചി ദേവിക നന്ദന്റെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ടല്ലോ, അതിന്റെ ചെറിയൊരു ആഘാതത്തിൽ അവൻ കുറച്ച് ദൂരേക്ക് മാറി നിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ എന്റെ ഫ്രണ്ട് അറിയാലോ ഇസബല്ല, അവളുമായിട്ടാണ് നന്ദൻ ട്രിപ്പ് പോയിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ ശാരിക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. ഞാൻ ചേച്ചിയോടൊന്നും പറയാൻ പോകുന്നില്ല, പക്ഷെ ചേച്ചിക്ക് നല്ല ടെൻഷൻ ഉണ്ട്, അതാ ഞാൻ വിളിച്ചു ചോദിച്ചത്. എല്ലാവരും ഇപ്പൊ എനിക്കെതിരെയാണ്, കെവിൻ ചേട്ടനെ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ട്, അതുകൊണ്ട് ഞാനൊന്നും പറയാൻ നിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു ശാരിക കെവിനിൽ നിന്നും സത്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കുകയാണ്. എന്നിട്ട് ഫോൺ കട്ടിയതിനു ശേഷം ദേവികയോട് പറയുന്നുണ്ട്, ചേച്ചിയുടെ ഭർത്താവ് അയാൾ ശരിക്കും ചേച്ചിയെ സ്നേഹിക്കുന്നുണ്ടോ? ഇത്തരത്തിൽ ചേച്ചിയെ ചതിക്കാനായിട്ട് അയാൾക്ക് എങ്ങനെ സാധിച്ചു എന്ന് പറയുമ്പോൾ രാധിക ചോദിക്കുന്നുണ്ട്, നീ കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ചു പറയുന്നു. അതോ ഇനി എന്ത് തെളിച്ചു പറയാനാ, ചേച്ചിയെ വിട്ടിട്ടെ ആ ഇസബല്ലയ്ക്കൊപ്പം കറങ്ങി നടക്കുക നന്ദേട്ടൻ. ഇത് കേട്ട് ദേവിയാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. എന്ത്, ഇസബല്ലയ്ക്കൊപ്പം കറങ്ങി നടക്കുകയാണെന്നോ? അതിനുള്ള തെളിവ് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ദേ നോക്ക്, ചേച്ചി കേസ് കൊടുത്തതിന്റെ പേരിൽ നന്ദേട്ടൻ കുറച്ച് ദിവസം മാറി നിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇസബല്ലയ്ക്കൊപ്പം ടൂർ പോയിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ ദേവിയാണെങ്കിൽ ആകെ തകർന്നു പോകുന്നു. അവളാണെങ്കിൽ അത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ നന്ദന്റെ ഫോണിലേക്ക് ദേവിക വിളിക്കുന്നുണ്ടെങ്കിലും നന്ദനാണെങ്കിൽ അത് കട്ട് ചെയ്ത് വിടുകയാണ്. എന്നിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്തായാലും നന്ദനാണെങ്കിൽ നല്ല പേടി തോന്നുന്നുണ്ട്. കാരണം ഐസക്ക് കൂടി വിളിച്ചു പറഞ്ഞ സ്ഥിതിക്ക് അവന് കുടുങ്ങുമോ എന്നുള്ളൊരു പേടി, ദേവികയോട് അതിലുപരി ദേഷ്യവും. അങ്ങനെ ഇസബല്ലയാണെങ്കിൽ ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് നന്ദനിൽ ദേവികയെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ പരത്തുന്നുണ്ട്. നന്ദനാണെങ്കിൽ കാര്യങ്ങൾ തന്റെ മേലെയാണ് തെറ്റെന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിലും ദേവികയോട് ഇപ്പോ നിലവിൽ ദേഷ്യമാണുള്ളത്. അങ്ങനെ ദേവി എന്തായാലും നന്ദനെ കൊടുക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. സിദ്ധാർത്ഥനോട് കാര്യങ്ങൾ പറയുന്നുണ്ട്, നന്ദു ഇസബല്ലയുമായിട്ട് ട്രിപ്പിലാണെന്നൊക്കെ. ഇത് കേൾക്കുമ്പോൾ തന്നെ സിദ്ധാർത്ഥൻ പറയാണ്, എത്രയും പെട്ടെന്ന് അവരിവിടെ എത്തണം, അതിനിപ്പോ എന്ത് ചെയ്താലും വേണ്ടില്ല. സോഷ്യൽ മീഡിയയിൽ പരന്ന ആ കാര്യങ്ങളൊക്കെ തന്നെ സത്യമായി കൊണ്ടിരിക്കുകയാണ്, അതൊരിക്കലും അനുവദിച്ചൂടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥൻ ഒരു അടിയുറച്ച തീരുമാനം തന്നെ എടുക്കുന്നുണ്ട്. എന്തായാലും നന്ദനും ഇസബല്ലയും തമ്മിലുള്ള ട്രിപ്പ് അത് ഉറപ്പായിട്ടും ക്യാൻസൽ ആവുക തന്നെ ചെയ്യും. അപ്പൊ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ.